ഫസ്റ്റ് ജോബ് നോക്കുമ്പോൾ നമ്മൾ ഭൂരിഭാഗം പേരും ആദ്യം നോക്കുന്നതായിരിക്കും ഒരു വലിയ സാലറി അല്ലെങ്കിൽ ഒരു ഹൈ ആയിട്ടുള്ള പാക്കേജ്. ഇതൊക്കെ അല്ലേ? പ്രത്യേകിച്ചിട്ട് മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, സോഫ്റ്റ്വെയർ ഫീൽഡിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലായിട്ട് ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ, പുതുതായിട്ടുള്ള ഒരുപാട് കമ്പനികൾ വരുന്ന നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കരിയറിൻ്റെ ഗ്രോത്ത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എവിടെയാണ് അവിടെ തന്നെ നിങ്ങൾ നോക്കിയിരിക്കും. ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലുള്ള വാല്യബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, കുറേ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ സ്റ്റാർട്ടപ്സിനെതിരല്ല, കമ്പനീസിനെതിരല്ല. ഞാനും സ്റ്റാർട്ടപ്പിലും ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ നിങ്ങളൊരു ജൂനിയർ മാർക്കറ്റർ ആയിട്ടോ ഡിസൈനർ ആയിട്ടോ ഡെവലപ്പർ ആയിട്ടോ ഒരു കമ്പനിയിൽ കയറുമ്പോൾ അവിടെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സീനിയർ ഉണ്ടോ എന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. ഒരു സീനിയർ ഇല്ലാത്ത ടീമിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡിസൈൻ കൺസെപ്റ്റ് ആയിക്കോട്ടെ, ആഡ് ക്യാമ്പയിൻസ് ഡെവലപ്പ് ചെയ്യലായിക്കോട്ടെ, അല്ലെങ്കിൽ കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെല്ലാം അതും തനിയെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ഡിസൈൻ എടുക്കേണ്ടി വരും. സെൽഫ് ലേണിംഗ് നല്ലതാണ്, ഒരിക്കലും തെറ്റല്ല. പക്ഷേ ദിവസവും നിങ്ങൾ ട്രയൽ ആൻഡ് എറർ ചെയ്തിട്ട് സമയം കുറേ കളയുന്നൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഉണ്ടാവുന്ന കുഴപ്പങ്ങളുടെ കംപ്ലീറ്റ് അക്കൗണ്ടബിലിറ്റി നിങ്ങളുടെ തലയിൽ തന്നെ ആയിരിക്കും. നിങ്ങൾ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കൂടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള സീനിയറോ മെന്ററോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3-4 സ്റ്റെപ്പ് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് കുറേ ടൈം എടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് കുറച്ച് ദിവസം കൊണ്ട് എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് ദിവസം കൊണ്ട് കാണിച്ചു തരും, മനസ്സിലാക്കി തരും. അത് നിങ്ങൾക്ക് ബെറ്ററായിട്ട് പഠിക്കാനും പറ്റും, നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള സ്ട്രഗിൾസ് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങൾക്കൊരു സംശയം വരുമ്പോൾ ഒരാൾ പോയി ചോദിക്കാം, നിങ്ങൾക്ക് ഇത് ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് അവരോട് പോയി ചോദിക്കാൻ ഒരാളുണ്ടാവും അവിടെ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കരിയറിൻ്റെ ഇനീഷ്യൽ മന്ത്സിൽ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇയേഴ്സിൽ നിങ്ങൾ കിട്ടുന്ന സാലറിയേക്കാൾ നിങ്ങൾ കൂടുതൽ എന്ത് പഠിക്കാൻ പറ്റുന്നു, ആരിൽ നിന്ന് എത്ര ബെറ്റർ ആയിട്ട് വാല്യൂ ഗെയിൻ ചെയ്യാൻ പറ്റുന്നു നോക്കുക. കാരണം എ ഗുഡ് മെൻറ്റർ ക്യാൻ ലിറ്ററലി സേവ് യുവർ ഇയേഴ്സ് ഓഫ് സ്ട്രഗിൾസ്. മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, സോഫ്റ്റ്വെയർ ഫീൽഡിലൊക്കെ ആദ്യമായിട്ട് ജോബ് നോക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് പുതുതായിട്ട് ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട.